മലയാളത്തിലെ യുവതാരം ഷെയ്ൻ നിഗം നായകനായ ബാൾട്ടി എന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്ന് വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈ ബോർഡറിൽ വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞാൽ പോക്കിരികളാണ്. അതിലും 4 എണ്ണം. ഒരുത്തൻ ഡുക്കി, ഒരുത്തൻ സ്കോർപ്പിയൻ കിക്ക്. കേരള തമിഴ്നാട് ബോർഡറിലെ വേലമ്പാളയം എന്ന സ്ഥലത്തെ 4 കൂട്ടുകാരുടെ കഥയാണ് ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എങ്ങനെ പൂട്ടണമെന്ന് എനിക്കറിയാം. കോർട്ടിൽ എന്നെ കണ്ടപ്പോ എന്തിനാ പതറിയത്? പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടു, തന്നെ നോയിക്കൊണ്ടിരുന്നപ്പോ കൈ നോയി. ആക്ഷനും പ്രണയവും സൗഹൃദവും ചതിയും വഞ്ചനയും എല്ലാം ചേർത്ത് വെച്ച ഈ ചിത്രം ഷെയ്ൻ നിഗമിന്റെ 25ാമത്തെ ചിത്രം കൂടിയാണ്. കബഡി കോർട്ടിനകത്തും പുറത്തും എതിരാളികളെ നിലംപരിശാക്കുന്ന പഞ്ചമി റൈഡേഴ്സിലെ ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ സംവിധായകനായ അൽഫോൻസ് പുത്രൻ സൈക്കോ ബട്ടർഫ്ലൈ സോഡാ ബാബു എന്ന ഒരു കഥാപാത്രത്തെ ചെയ്തുകൊണ്ട് മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പല കളിച്ചിട്ടുണ്ടാവും. ബാബുവിന്റെ കോർട്ടാണ്. ഇവിടെ കളി ഞാൻ തീരുമാനിക്കും. മലയാളത്തിന്റെ പ്രിയ നായികയായ പൂർണിമ ഭാഗ്യരാജിന്റെ മകനായ ശാന്തനു ഭാഗ്യരാജിന് ഏഞ്ചൽ ജോൺ എന്ന മലയാള ചിത്രത്തിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു റീ എൻട്രിയാണ് ബാൾട്ടി. അവൻ കാരണോ നിങ്ങളെല്ലാം ചാവാൻ പോണം. തമിഴ് സൂപ്പർ താരമായ ധനുഷിന്റെ സഹോദരനുമായ സെൽവരാഘവനാണ് ഈ സിനിമയിലെ പ്രതിനായക വേഷം അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു മേക്ക് ഓവറിലാണ് പൂർണിമ ഇന്ദ്രജിത്ത് എത്തിയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ 4 പേരും എൻ്റെ കൂടെ. പ്രീതി അസ്ലാനിയാണ് ഈ ചിത്രത്തിന്റെ നായികയായി എത്തിയിരിക്കുന്നത്. എന്നെ കണ്ടപ്പോ എന്തിനാ പതറിയത്? പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടു, തന്നെ നോയിക്കൊണ്ടിരുന്നപ്പോ കൈ നോയി. ഈ സിനിമയുടെ കഥയിൽ പുതുമകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും സംവിധായകൻ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലിലൂടെ നമ്മളെ സിനിമയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അവൻ കാരണോ നിങ്ങളെല്ലാം ചാവാൻ പോണം. 2.5 മണിക്കൂർ മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ബാൾട്ടി. നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം.